അധ്യക്ഷൻ, എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയനായ ഈ ജാഥയുടെ സ്ഥിരാംഗം കൂടിയായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വലിയ ആവേശമാണ് എല്ലായിടത്തും. ഫെബ്രുവരി 6-ാം തീയതി തുടങ്ങിയ ജാഥയാണ് ഇപ്പോഴേ കുമളിയിലെത്തുന്നത്. 9 ജില്ലകൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒരുപാട് ജാഥകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ കുമളിയിൽ ഒരുപാട് രാഷ്ട്രീയ ജാഥകൾ വരാനും വർത്തമാനം പറയാനും ഒക്കെയുള്ള അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ജാഥയുടെ പ്രത്യേകതകൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഇതുവരെ കണ്ടതല്ല, അതുക്കും മേലെയാണ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ജാഥയായത്. ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കാണും. ഈ ജാഥയോടനുബന്ധിച്ചിട്ടുള്ള ഒരു സംവാദ പരിപാടിയുണ്ട്. ആ സംവാദം എന്ന് പറയുന്നത് ഇവിടെ സമൂഹത്തിലെ പ്രമുഖരെ മാത്രം വിളിച്ചിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തുന്നത് പോലെയുള്ള ഒരു സംവാദമല്ല. നമ്മുടെ സാധാരണക്കാരായ ആളുകളെ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പറയാൻ വരുന്നവർ, ലോട്ടറി കച്ചവടക്കാർ, ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ കേട്ടു അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാചക തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാരൊക്കെ വന്ന് ശ്രീ VD സതീശനെ കാണുകയാണ്. വളരെ ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളുമായി ആലോചിച്ച്. ഇപ്പോൾ സാധാരണ ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുമളിയിൽ വന്ന് എന്തൊക്കെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പാക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരികയാണ്. 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധാരണ ജനങ്ങളെ പരിപൂർണമായും തമസ്കരിച്ച് മുന്നോട്ട് പോയി. ഞാൻ ഇന്ന് വന്നപ്പോഴേ ഓർക്കുകയായിരുന്നു, നെടുങ്കണ്ടത്തൊക്കെ വന്നപ്പോഴേ, നെടുങ്കണ്ടത്തൊക്കെ സത്യത്തിൽ ഇടുക്കിയിൽ കടലില്ല എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടത് ഇടുക്കിയിലും അടിമാലിയിലും മനുഷ്യക്കടൽ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റി. ഈ ജാഥയെ സ്വീകരിക്കാൻ വന്നതാണ്. ഇവിടെ നിൽക്കുന്ന അത്രേ ആളുകൾ അപ്പുറത്തേക്ക് മാറി നിൽപ്പുണ്ട് സ്വീകരിക്കാൻ. എന്തുകൊണ്ടാണ് ഈ ജാഥയിലേക്ക് ഇത്രയും ആളുകൾ എത്തുന്നത് നമ്മൾ ആലോചിക്കണം. ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഈ കേരള സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ സമസ്ത മേഖലയിലും പരാജയമാണ്. വിലക്കയറ്റത്തിന്റെ കാര്യം ഒന്ന് പറയാതെ പോകാൻ പറ്റത്തില്ല. സകല സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുന്നു. എത്രയൊക്കെയായി? 1 കിലോ അരിയുടെ വില എത്രയാണ്? 1 കിലോ അരി, സുരേഖ അരിക്ക് കുമളിയിൽ എത്ര വിലയുണ്ട്? 50 രൂപ, 52 രൂപ, ചില സ്ഥലത്ത് 54 വരെ കൊടുക്കണം. മട്ടയരിക്ക് കൊടുക്കണം 58 രൂപ, അല്ലേ? 330 രൂപ കൊടുക്കണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്, കൊടുക്കണ്ടേ? 1 കിലോ മുളകിന് കൊടുക്കണം 264 രൂപ കൊടുക്കണം. 1 കിലോ ചെറുപയറിന് കൊടുക്കണം 140-നും 160-നും ഇടയ്ക്ക്. 1 കിലോ പരിപ്പിന് കൊടുക്കണം 100-നും 120-നും ഇടയ്ക്ക്. 1 കിലോ മുരിങ്ങയ്ക്കൊക്കെ കൊടുക്കണം 200 രൂപ കൊടുക്കണം. ഈ കേരളത്തിൽ ഒരു താറാമുട്ടയ്ക്ക് 15 രൂപ, ഒരു കോഴിമുട്ടയ്ക്ക് 9 രൂപയും 10 രൂപയും കൊടുക്കണം. ഇങ്ങനെ മനുഷ്യനെ കഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ വിലക്കയറ്റത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ട ഈ ഗവൺമെന്റിന് ഒരു കാരണവശാലും നമ്മൾ ഇനി അധികാരത്തിലേക്ക് വരുത്തില്ല എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു യോഗം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ആരുടെയെങ്കിലും വരുമാനത്തിൽ 10 പൈസ കൂടിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10 പൈസയുടെ വരുമാനം കൂടിയോ? ഇല്ല. പെൻഷൻ പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇലക്ഷൻ വരുമ്പോൾ ഒരു പെൻഷൻ കൊണ്ടുവരും. സമസ്ത മേഖലയിലും പരാജയം. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു കാണും. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ 2 ദിവസം മുമ്പല്ലേ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു 51 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ വയറിനകത്ത് നിന്നെടുത്ത് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2021 നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്.
ആ ഓപ്പറേഷന് ശേഷം, സർജറിക്ക് ശേഷം അവർക്ക് ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ. നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ വയ്യ, കിടക്കാൻ പോലും പറ്റുന്നില്ല. തുടർച്ചയായിട്ട് 5 വർഷക്കാലം ഡോക്ടർമാരെ കാണുകയും ആശുപത്രികൾ മുഴുവൻ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ 2 ഗുളിക കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടും. ഏതെങ്കിലും വിദഗ്ധ പരിശോധന നടത്താനോ സ്കാൻ ചെയ്യാനോ അതല്ലെങ്കിൽ അവരുടെ എക്സ്റേ എടുക്കാനോ ഒന്നും ഒരു ഡോക്ടറും തയ്യാറായിട്ടില്ല. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലായി, അവിടുത്തെ തന്നെ റിട്ടയർ ചെയ്ത ഒരു യൂറോളജിസ്റ്റ് പറഞ്ഞു, ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക കിടക്കാണ്. 5 കൊല്ലം അനുഭവിച്ച പ്രയാസത്തിനപ്പുറമായിട്ട് സ്വന്തം വയറിനകത്ത് കിടക്കുന്നത് കത്രികയാണെന്ന് കണ്ടപ്പോ ആ സ്ത്രീ ഞെട്ടി. വളരെ പെട്ടെന്ന്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, കോൺഗ്രസിന്റെ നേതാവ്, ആലപ്പുഴ MP കൂടിയായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ അവർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് തരപ്പെടുത്തി ആ സ്ത്രീയെ, ഉഷ ജോസഫിനെ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. ഇന്നലെ സർജറി നടത്തി. സർജറി കഴിഞ്ഞ് ആ 10 സെന്റിമീറ്റർ നീളമുള്ള കത്രിക വയറിനകത്തുനിന്ന് പുറത്തേക്കെടുത്തു. നാം ആലോചിക്കേണ്ടത്, ആരോഗ്യ വകുപ്പ് അതിന് ഉത്തരവാദിത്തമില്ലേ? ഞാൻ അവരെ പോയി കണ്ടതാണ്. ഉഷ ജോസഫിനെ കണ്ടു. അവരനുഭവിച്ച വേദനയും പ്രയാസമൊക്കെ അവർ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് കത്രികയങ്കിടി വെച്ച് തുന്നിക്കെട്ടി വിടുന്നത്. എന്താണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം? ആ കത്രിക 5 കൊല്ലമല്ല 50 കൊല്ലം വയറിനകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഇതുപോലെ ഒരു യുവതി, 32 വയസ്സ് മാത്രമുള്ള ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി കോഴിക്കോടുണ്ട്. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കത്രികയാണ് അവളുടെ വയറിനകത്ത് വെച്ച് തുന്നിക്കെട്ടിയത്. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള പിഴവാണ് എന്ന് മനസ്സിലാക്കി കോടതി വരെ കൃത്യമായിട്ട് പറഞ്ഞു, ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല. ആരോഗ്യം ക്ഷയിച്ച ആ യുവതിക്ക് ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് 10 പൈസ ഈ 3 വർഷമായിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ കോഴിക്കോട്ട് നിന്ന് വന്നൊരു വാർത്ത കണ്ടില്ലേ? അവിടെ 2 മാസം മുമ്പ് പ്രസവിച്ച ഒരു സ്ത്രീയുടെ വയറിനകത്ത്, ഗർഭാശയത്തിനകത്ത് തുണി ചുരുട്ടി വെച്ചിരിക്കുന്നു. ആരാ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇവിടെ നെടുങ്കണ്ടത്തുനിന്ന് നമ്മൾ കുമളി വരെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 20 സ്ഥലത്ത് കാണും ആരോഗ്യ കേരളം ഇന്ത്യയിലും ലോകത്തും 1ാമതാണ് എന്നുള്ളത്. ഞാനൊന്ന് പറയട്ടെ, വിനോദിനി എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ടു പാലക്കാട് ജാഥയുമായി വരുമ്പോൾ. വിനോദിനി എന്ന് പറയുന്ന കുട്ടി 7 വയസ്സ് മാത്രം പ്രായമുണ്ട്. കയ്യിൽ ഒരു പരിക്ക് പറ്റി ആശുപത്രി ചെന്നു. ഉറക്കമാണെന്ന് നോക്കിയപ്പോൾ ആ കയ്യിൽ ഇൻഫെക്ഷൻ ബാധിച്ച് മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. ആ കൈ പോയ കുഞ്ഞിന് കൈ വെച്ച് കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല. അതിൻ്റെ അമ്മയും ആ കുഞ്ഞും കരയുന്ന ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഈ ജാഥയുടെ നായകൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. വിനോദിനി എന്ന് പറയുന്ന കുട്ടിക്ക് കൃത്രിമ കൈ വെച്ച് കൊടുത്ത് അവളെ സ്കൂളിൽ പോകാൻ പ്രാപ്തിയാക്കിയത്. ആ കുട്ടിക്ക് വീട് വെക്കാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു, വീട് വെക്കാനുള്ള സംവിധാനം ചെയ്തു. ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ബഹുമാന്യനായ UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അവർ കടന്നു വരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചത്, ആരോഗ്യ മേഖലയിൽ കേരളത്തിലാകമാനം നമ്മൾ കാണുന്നത് വലിയ തകർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ സാധാരണക്കാർ എവിടെ പോകണം? മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് മറുപടിയില്ല. സമസ്ത മേഖലയിലും പ്രശ്നങ്ങളിൽ ഇന്നത്തെ പത്രം കണ്ടില്ലേ? 77.62 ലക്ഷം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ഗവൺമെന്റ് ചോർത്തിയെടുത്തിരിക്കുകയാണ്. നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ, നമ്മുടെ ആധാർ നമ്പർ അടക്കം നമ്മുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ശ്രീ BRM ഷഫീർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ടും ആരുടെയും സ്വകാര്യ രേഖകൾ കൈമാറാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും 77-78 ലക്ഷം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് സർക്കാരിന്റെ പരിപാടികൾ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. നമ്മുടെ സ്വകാര്യ രേഖകൾ ഗവൺമെന്റ് അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന്. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്.
ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ സൂചിപ്പിച്ചത്, ഈ ജാഥയുമായി കടന്നു വരുമ്പോൾ ഞങ്ങൾ പയ്യന്നൂർ വന്നു. പയ്യന്നൂരൊക്കെ വരുമ്പോൾ സാധാരണ എല്ലാവരും പറയും ഇവിടെ ഒന്നും വലുതായിട്ട് നോക്കണ്ട, ഇവിടുത്തെ മണ്ണിൻ്റെയൊക്കെ നിറം ചുവപ്പാണെന്ന് പറയും. പക്ഷേ ഇത്തവണ ഈ ജാഥ കടന്നു വരുന്ന വഴി ചുവന്ന മണ്ണ് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഇവിടെ കുമളിയിലടക്കം കാണുന്നത് ത്രിവർണ്ണ നിറമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പയ്യന്നൂര് വന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ, സാധാരണ കാണുന്നതിനേക്കാൾ 4 ഇരട്ടി ആളുകൾ. കാരണം എന്താ? പയ്യന്നൂര് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പയ്യന്നൂരില് 1970 മുതൽ CPM-ന്റെ മുഖമായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. പയ്യന്നൂരിലെ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി അംഗം. അദ്ദേഹം ആ പാർട്ടിക്കകത്തുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് പുറത്തു വന്നത്. വേറെ പ്രശ്നമൊന്നുമല്ല. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ധൻരാജ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയെ, ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട തൊഴിലാളികൾ പിരിച്ചു നൽകിയ ഫണ്ടുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഏത് നേതാവ് സംസാരിച്ചാലും ആദ്യം തന്നെ രക്തസാക്ഷികൾക്ക് സിന്ദാബാദ് പറയും. ആ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞു പിരിച്ചെടുത്ത ഫണ്ട് രക്തസാക്ഷി കുടുംബത്തിന് കൊടുത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ നേതാവ് നിരവധി തവണ ആ പാർട്ടിയിൽ പറഞ്ഞു ആ ഫണ്ട് യഥാവിധി ധൻരാജിന്റെ കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറായില്ല. ആരാണ് അത് കട്ടുകൊണ്ട് പോയത്? CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ചു വന്ന MLA മധുസൂദനന്റെ നേതൃത്വത്തിൽ ആ പണം കട്ടുകൊണ്ട് പോയി. പാർട്ടി വേദികളിൽ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം ഗതികെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, MV ഗോവിന്ദൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അടുത്ത് പോയി. ഒരു പ്രയോജനവും ഇല്ലാതെ വന്നപ്പോ അവസാനം വി കുഞ്ഞികൃഷ്ണൻ ഒരു തീരുമാനമെടുത്തു. ഒരു പുസ്തകം അങ്ങ് എഴുതിയേക്കാം, നേതാക്കളെ അണികൾ തിരുത്തണമെന്നുള്ളൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിനകത്ത് 16 അധ്യായങ്ങൾ. അതിൽ 1-ാമത്തെ അധ്യായം പ്രിയപ്പെട്ട സഖാക്കളോട്, 2-ാമത്തെ അധ്യായം എൻ്റെ പാർട്ടി സങ്കല്പം, ഏറ്റവും അവസാനത്തെ അധ്യായം എൻ്റെ CPM-ലെ അവസാനത്തെ നാളുകൾ എന്നുള്ളതാണ്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, ഈ രക്തസാക്ഷി ഫണ്ട് ഇങ്ങനെ കട്ടുകൊണ്ടുപോയ മുക്കിക്കൊണ്ടുപോയ ആളുകളെ സംരക്ഷിക്കുന്ന CPM നേതാക്കളെ സംബന്ധിച്ച്. ആ പുസ്തകം പ്രകാശനം ചെയ്ത ആളിന്റെ വീട്ടുവാതിക്കൽ കൊണ്ട് റീത്ത് വെച്ചു. ആ പുസ്തകം പ്രകാശനത്തിന് വേണ്ടി ഒട്ടിച്ച പോസ്റ്ററുകളിലൊക്കെ കൊണ്ട് ചാണകവും കരിയോയിലും ഒഴിച്ചു. CPM-ന് ഒരു പുസ്തകം കൊണ്ട് തീരാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നേതാക്കളെ അണികൾ തിരുത്തണമെന്നുള്ള പുസ്തകം ഉടനെ തന്നെ പത്തനംതിട്ടയിലും ഇറങ്ങും. കാരണം ലോകത്തിലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയരത്തിലുള്ള ശബരിമലയില് അയ്യപ്പന്റെ സ്വർണം കെട്ടത് CPM-ന്റെ നേതാക്കന്മാരാണ്. അവരുടെ ഏറ്റവും അടുത്ത CPM നേതാക്കന്മാരായിട്ടുള്ള പത്മകുമാറിനെയും വാസുവിനെയും പോലുള്ളവരെ ഒരു നടപടി പോലും എടുക്കാത്തതില് പത്തനംതിട്ടയിൽ എന്നല്ല കേരളത്തിലെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അവരുടെ രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വർണം പോലും കക്കുന്നവരായിട്ട് കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. പാലക്കാട് ഞങ്ങൾ പോയി, ബഹുമാന്യനായ ശ്രീ പ്രേമേന്ദ്രൻ MP വന്നിരിക്കുന്നു. അദ്ദേഹവും ഈ ജാഥയിലെ സ്ഥിരാംഗം കൂടിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീകണ്ഠന്റെ നാട്ടില് പാലക്കാട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയും CPM-നകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ ജാഥ തുടങ്ങിയതിന് ശേഷം എത്ര ആളുകളാണ് ഇടതുപക്ഷവുമായിട്ടുള്ള ചെങ്ങാത്തം വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം വന്നത്? കണ്ടില്ലേ? സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി, അദ്ദേഹം എഴുതിയത് മുഴുവൻ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ്. ഇടതുപക്ഷത്തിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ആ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇനി 3ാമത് CPM-ന്റെ ഭരണം വേണ്ട, തുടർ ഭരണം ദുർഭരണത്തിലേക്ക് പോയിരിക്കുന്നു, CPM-ന്റെ ഭരണം ഇത്തവണ അവസാനിക്കണം. പറഞ്ഞില്ലേ സാറ ജോസഫ്, എഴുത്തുകാരിയായ സാറ ടീച്ചർ പറഞ്ഞു, CPM-ന് ഭരിക്കാൻ പാടില്ല, ഇനിയും അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഏത് ചെകുത്താന്റെയും കൂട്ടുപിടിക്കും CPM. അത് കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ നോക്കിയിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന CPM-നെ അകറ്റി നിർത്തണമെന്നാ പറഞ്ഞത്. ആരാ? പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട ചിന്തകനായിട്ടുള്ള പ്രേംകുമാർ ആ പാർട്ടി വിട്ടു. ധിക്കാരവും ധാർഷ്ട്യവുമുള്ള CPM-ന് വരണ്ടെന്ന് അദ്ദേഹം പറയുക. ചലച്ചിത്ര സംവിധായകൻ വിനയൻ പറഞ്ഞു, എന്തിനാണ് ഈ ഭരണം? അഹങ്കാരം കൊണ്ട് കയ്യും കാലും നമ്മൾ പറയാറുണ്ട്, അതുപോലത്തെ ഒരു ഭരണം നടത്തുന്നത് കൊണ്ട് ഈ ഭരണം ഇനി വേണ്ട. കൽപ്പറ്റ നാരായണൻ പറയുന്നു, ജനാധിപത്യം ഇനിയും CPM ഇവിടെ ഭരിച്ചാൽ കുഴിച്ചു മൂടപ്പെടും.
അപ്പോൾ കേരളത്തില് അത് കഴിഞ്ഞ് PK ശശി ആ പാർട്ടി വിട്ടു. അഡ്വക്കേറ്റ് ഹസ്കർ അത് ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്നു, അദ്ദേഹം ആ പാർട്ടി വിട്ടു. അങ്ങനെ കേരളം മുഴുവൻ CPM-നൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതിവിടെ മാത്രം കണ്ട സാഹചര്യമല്ല. നമ്മൾ വെസ്റ്റ് ബംഗാളില് കണ്ടിട്ടില്ലേ? പശ്ചിമ ബംഗാളിൽ 30 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച് ആ നാടിനെ നരക തുല്യമാക്കി. ആ നാട്ടില് 33 വർഷക്കാലം കൊണ്ട് ഉപ്പുവെച്ച കലം പോലെയാക്കി വികസന രംഗത്ത് പിന്നോട്ടടിച്ച് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിച്ച് വ്യവസായികൾക്കൊപ്പം ചെങ്ങാത്തം സ്ഥാപിച്ച് മുന്നോട്ട് പോയ CPM-ന്റെ അതേ നിലപാടാണ് ഇന്നിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പടി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട. അതല്ലേ കേരളത്തിൽ ഏത് മേഖലയിലാണ് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്യുന്നത്? കാർഷിക മേഖലയെക്കുറിച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെ പറഞ്ഞു. ഇവിടെ വരുമ്പോൾ നാണ്യങ്ങളുടെ ഒരു നാടായിട്ടാണ് ഇടുക്കി. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്. ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വളം കിട്ടുന്നുണ്ടോ? സബ്സിഡി ഉണ്ടോ? ഒന്നുമില്ലാതെ കർഷകനെയും കർഷക തൊഴിലാളിയെയും ഒരുപോലെ കഴുത്ത് ഞെരുക്കി കൊല്ലുന്ന CPM-ന്റെ നിലപാടിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെടുങ്കണ്ടവും അടിമാലിയും കുമളിയും ഒക്കെ കടലാക്കി മാറ്റാൻ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ പിന്നിലെ കാര്യം. കാട്ടാന ആക്രമണത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ അന്ന് ഇവിടെ വന്നതാ. വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കർഷകർ അവരുടെ കൃഷി നശിക്കുന്നു, ആളുകളുടെ ജീവൻ പോകുന്നു, ഗവൺമെന്റിന് യാതൊരു പരിഹാരവും ഇല്ല. ഇവിടെ വരാൻ പോകുന്ന, ഇപ്പൊ എത്തിച്ചേരാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജാഥാ നായകന് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുക എന്നുള്ളതല്ല. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. എല്ലാ തരത്തിലും നശിച്ച് അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്ന ആരോഗ്യ മേഖലയെ പുനരെടുക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലുണ്ട്. യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കം മുഴുവൻ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറയുന്നത് 3 ജാഥ നടത്തി. 3 ജാഥ, ഒന്ന് ഗോവിന്ദൻ മാഷ് നടത്തി, ഒന്ന് ബിനോയ് ഈശ്വർ നടത്തി, ഒന്ന് ജോസ് കെ മാണി നടത്തി. ഈ 3 ജാഥയും കഴിഞ്ഞപ്പോ CPM-ഉം CPI-യും യോഗം കൂടി ഒരു തീരുമാനം എടുത്തു. അവര് പറഞ്ഞു, നമ്മുടെ ജാഥ ഒട്ടും ഫലിച്ചില്ല, കസേരയിലൊന്നും ആളില്ലായിരുന്നു, പ്രസംഗം കേൾക്കാൻ ആരുമില്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ ജാഥ രാഷ്ട്രീയമായി പരാജയമാണ് എന്നവർ വിലയിരുത്തി. അവര് വേറൊരു തീരുമാനമെടുത്തു. അതെന്തായിരുന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയം കഴിഞ്ഞപ്പോ വീട് വീടാന്തരം കയറി ഇറങ്ങി നിലപാട് വ്യക്തമാക്കി ക്ഷമാപണം നടത്താൻ തീരുമാനമെടുത്തു. അപ്പോഴും അവര് വിലയിരുത്തി, പഴയ പോലെ ആളുകള് നേതാക്കന്മാര് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അണികളൊന്നും ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുത്തില്ല. ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് സഖാവ് ഗോവിന്ദൻ മാഷെ, നിങ്ങൾ വിളിച്ചാൽ വരാൻ കേരളത്തിലെ ജനങ്ങളെ കിട്ടുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഇടുക്കി ജില്ലയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിനി നിങ്ങളുടെ പരിഹാരം വേണ്ട. ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്, മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇതിലേക്ക് കടന്നു വരുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് കയ്യബദ്ധത്തിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം എന്നുള്ളത് കൊണ്ട് ഇത് തിരികെ പിടിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമ്മൾ സമ്പൂർണ്ണ വിജയത്തിലാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തില് നമുക്ക് MLA ഇവിടെ നിന്നുണ്ടാകും. ആ MLA ഐക്യജനാധിപത്യ മുന്നണിയുടെ വേണ്ടി കൈവെക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തുണ്ടാകും. പടിപടിയായി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.